നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം ഭാഗം 11. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗം 11 ശ്രീമദ് ഭാഗവതം മൂലം. ഇന്നലെ 13ാമത്തെ ശ്ലോകം അർത്ഥം പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് 14ാമത്തെ ശ്ലോകം മുതൽക്ക് തുടങ്ങണം. അപ്പോൾ 14ാമത്തെ ശ്ലോകം ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രവാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രപീയതാം പ്രവാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. എന്താണ് ഇതിൻ്റെ വാക്കാർത്ഥം എന്നാദ്യം നോക്കാം. ഏവം വിനിമയേ ജാതേ, ഇപ്രകാരം വിനിമയം ജാതമായിരിക്കും വിഷയത്തിൽ. ജാതമാവുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചു കൊണ്ടിരിക്കുക എന്നർത്ഥം. ജാതമാവുക എന്ന് പറഞ്ഞാൽ സംഭവിച്ചു കൊണ്ടിരിക്കുക. ഇപ്രകാരം വിനിമയം എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക, ക്രയവിക്രയം, കച്ചവടം. വിനിമയം വിഷയത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയത എന്നല്ല പറഞ്ഞത്, വിഷയത്തിൽ. ഏവം വിനിമയേ ജാതേ, ഇപ്രകാരം വിനിമയം ജാതമായിരിക്കും വിഷയത്തിൽ. രാജ്ഞാ, രാജാവിനാൽ. ആരാ രാജ്ഞ? പരീക്ഷിത്ത് മഹാരാജാവ്. സുധാപ്രപീയതാം, അമൃതം പാനം ചെയ്യപ്പെടട്ടെ. രാജാവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണമെങ്കിൽ അമൃതം പാനം ചെയ്യപ്പെടട്ടെ എന്ന് ദേവന്മാർ. അപ്പോൾ പറഞ്ഞു വയം സർവേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ശ്രീമദ് ഭാഗവതാമൃതത്തെ പ്രപാസ്യാമ, പാനം ചെയ്യാം. രാജാവ്, ദേവന്മാർ പറയാണ്, പരീക്ഷിത്ത് മഹാരാജാവ് ഞങ്ങൾ കൊണ്ടുവന്ന അമൃതം പാനം ചെയ്യട്ടെ. ഈ ഈ ഭാഗവതമാകുന്ന സ്വത് ഞങ്ങൾക്ക് തന്നാലും. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഈ ദേവന്മാർക്ക് അപ്രാപ്യമാണ് ഭാഗവതം എന്ന് മനസ്സിലായി. ഈ ദേവന്മാർ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്ന ബ്രഹ്മത്തിനെ സേവ ചെയ്യാം. അപ്പോൾ ദേവന്മാരാണോ വലുത്, ഭൂമിയിലുള്ള മനുഷ്യരാണോ വലുത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്ന അമൃതം പരീക്ഷിത്ത് മഹാരാജാവ് പാനം ചെയ്തോട്ടെ, ഈ ഭാഗവതമാകുന്ന സുത ഞങ്ങൾക്ക് തന്നാലും. അപ്പോൾ പറയണു പ്രപസ്യാമ, പാനം ചെയ്യാം. ഒരു സാധനം കൊടുത്തിട്ട് പകരം മറ്റൊന്നിനെ വാങ്ങുന്നതായ വ്യാപാരത്തിന് വിനിമയം എന്ന് പേർ. വിനിമയം എന്ന് പറഞ്ഞാൽ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്തൊക്കെയോ പറയണു, നിങ്ങളത് മനസ്സിലാക്കണം. ആശയവിനിമയം. നേരെ മറിച്ച് നിങ്ങൾ എനിക്ക് ദക്ഷിണ തന്നിട്ട് ഞാൻ ഭാഗവതം പറഞ്ഞാൽ അത് ക്രയവിക്രയായി, അത് വിനിമയമല്ല. അപ്പം അതാണല്ലോ നടക്കണത്, ക്രയവിക്രയം. കാശ് കൊടുത്തിട്ട് ഭക്തി വാങ്ങുക, അത് നടക്കില്ല മക്കളെ. അത് ഭക്തിയല്ല. എനിക്ക് എൻ്റെ കഷ്ടപ്പാടുകൾ തീരണമെങ്കിൽ ഭഗവാൻ ഒരു വഴി കണ്ടുപിടിക്കണം. എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ഭഗവാൻ എനിക്ക് തരുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ തീരുക.
അപ്പോൾ വിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും വ്യത്യാസമുണ്ട്. കാശ് കൊടുത്ത് വാങ്ങണേനാണ് ക്രയവിക്രയം, കച്ചവടം ചെയ്യാന്ന് പറയും. ഇത് വിനിമയം. ഒരു സാധനം, ഞങ്ങൾ നിങ്ങൾക്ക് അമൃത് തരുന്നു, നിങ്ങൾ ഭാഗവത സുധ എനിക്ക് ഞങ്ങൾക്ക് തരുന്നു. അപ്പോൾ ദേവന്മാർ പൊട്ടന്മാരാണോ? ഒരു സാധനം തന്നിട്ട് ഈ സാധനം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഈ സാധനത്തിൻ്റെ വലുപ്പം അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഡെപ്ത്, ഈ സാധനത്തിൻ്റെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കിയിട്ടല്ലേ? ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എന്താ? കലശസ്ഥിതമായ അമൃതം കൊണ്ടുള്ള പ്രയോജനത്തെ ദേവന്മാർ ശുകദേവരോട് പറയണു. ഈ കലശത്തിലുള്ള അമൃതുണ്ടല്ലോ, ശുകബ്രഹ്മർഷേ, ഇത് ആൾക്കാരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ്, ഡോക്ടർമാരെ പറഞ്ഞ് മനസ്സിലാക്കണ പോലെ എന്താ പറയണത്? എന്താ അവർ പറഞ്ഞത്? ഇപ്രകാരം, ഈ മേൽ പറഞ്ഞ പ്രകാരം നമ്മളുടെ സാധനങ്ങളെ അന്യോന്യം മാറ്റം ചെയ്തു കഴിഞ്ഞാൽ, മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ശബ്ദം ശരിക്കും ക്ലിയർ ആകുമോ അറിയില്ല. അപ്പോൾ ഇപ്രകാരം നമ്മുടെ സാധനങ്ങളെ അന്യോന്യം മാറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജാവ് കലശത്തിലിരിക്കുന്ന അമൃതത്തെ പാനം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ വിഷഭീതിയിൽ നിന്ന് നിർമുക്തനായി ചിരഞ്ജീവിയായിരിക്കും. തക്ഷകൻ ദംശിച്ച് മരണമടയുന്നുള്ള ഭയം വേണ്ട. ചിരഞ്ജീവി, ഹനുമാൻ, വിഭീഷണൻ, അശ്വത്ഥാമാവ്, അതേമാതിരി പിന്നെ പലരും ചിരഞ്ജീവികളാണ്. ആചന്ദ്രതാരകം, ഹനുമാൻ ഒക്കെ അതിൽ പെടും. അപ്പോൾ ചിരഞ്ജീവിയായിരിക്കും. ശ്രീമദ് ഭാഗവത കഥാമൃതത്തെ ഞങ്ങളും പാനം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സുലഭമല്ല. അപ്പോൾ നമ്മൾ ദൈവത്വം പ്രാപിക്കണോ, നമ്മൾ ഭഗവത്മയമായി മോക്ഷം പ്രാപിക്കണോ? ഭക്തിയുടെ മാധ്യമത്തിൽ എത്ര ജന്മം ഉണ്ടെങ്കിലും കൃഷ്ണ രാമ ഗോവിന്ദ എന്ന് സംതൃപ്തിയോടുകൂടി കീർത്തനം ചെയ്ത് മനനം ചെയ്ത് മറ്റുള്ളവരെ കീർത്തനം ചെയ്യിപ്പിച്ച് മനനം ചെയ്യിപ്പിച്ച് ജീവിക്കണം. ഇതിലേതാ ശ്രേഷ്ഠം? നാരദർ പറഞ്ഞു, എനിക്ക് മോക്ഷം വേണ്ട, എനിക്ക് അങ്ങയുടെ സംശുദ്ധമായ ഭക്തി മതി. അപ്പോൾ നാരദർ പറയുന്ന ഭക്തിയാണ് വലുത്. പുനരവിജനനമാവാം ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ. ഭക്തി ആസ്വദിക്കാനാണോ? ആവാം. കാരണം എന്താ? ഭക്തിയിൽ ഭഗവാനും ഭക്തിയും ഭക്തനും ഒന്നാവുകയാണ്. അവിടെ വേദനയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാറുണ്ട്, കളർ ടി വി ഉണ്ട്, വീട്ടിൽ AC ഉണ്ട്, മനസ്സിന് ശാന്തതയില്ലെങ്കിൽ, അപ്പോൾ മനസ്സിന് നിതാന്തമായ, അന്തമില്ലാത്ത, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത ശാന്തിയും സമാധാനവും ചിതാകാശ ഗുഹയിലിരിക്കുന്ന പരമ്പൊരുളൻ്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് 1 മണിക്കൂർ പ്രഭാഷണം കേട്ടുകൂടാ? ഈ 1 മണിക്കൂർ നമുക്ക് നഷ്ടമില്ല. ഈ 1 മണിക്കൂർ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും. അപ്പോൾ അടുത്ത ശ്ലോകം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ശ്രീമദ് ഭാഗവത കഥാമൃതം, കഥയാകുന്ന തത്വശാസ്ത്രങ്ങളാകുന്ന അമൃതം. ഇതാര് ശീലിക്കണു, ഇത് ആര് പാലിക്കണു, ആരാചരിക്കണു, അവർ രക്ഷപ്പെടും. നെക്സ്റ്റ് 15ാമത്തെ ശ്ലോകം. ക്വ സ്വധാ ക്വ കഥാ ലോകേ ക്വ കാജ ക്വ മണിർ മഹാൻ. ക്വ ക്വ എന്ന് ചോദിച്ചാൽ താറാവുകൾ ക്വ ക്വ എന്നാ ശബ്ദം. ഞാഞ്ഞൂളെവിടെ എന്നാണ് ചോദിക്കുന്നത്. അവർ വാത്തുകൾ പറ്റമായിട്ട് കന്ന് പൂട്ടിയിട്ടുള്ള കണ്ടത്തിൽ ഇറങ്ങും. എന്നിട്ട് അതിലത്തെ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ വെള്ളം കുടിക്കുകയാണെന്ന്. വെള്ളമല്ല കുടിക്കുന്നത്. ആ ചളിയിലുള്ള വേംസ്, ഞാഞ്ഞൂള് മാതിരിയുള്ള കൃമികളെ
അല്ലെങ്കിൽ പ്രാണികളെയാണ് അവർ ആശിക്കുന്നത്. വാ, എവിടെയാണ് എൻ്റെ അന്നം എന്നാണ് വാത്തുകൾ ചോദിക്കുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ക്വ സ്വത, അമൃതം എവിടെ? ക്വ കഥ, ഭാഗവതം എവിടെ? ക്വ കഥാലോകെ, ക്വ കഥാലോകെ ക്വ കാജ, സ്വർണം എവിടെ? ക്വ മണിർമഹാൻ. ബ്രഹ്മരാധോ വിചാര്യേതി തഥാ ദേവാൻ ജഹാസഹ. 15ാമത്തെ ശ്ലോകം വളരെ സ്പഷ്ടമായിപ്പോ പറയാം, ഒന്നുകൂടി പറയാം. ക്വ സ്വത ക്വ കഥാലോകെ ക്വ കാജ ക്വ മണിർമഹാൻ ബ്രഹ്മരാധോ വിചാര്യേതി തഥാ ദേവാൻ ജഹാസഹ. അതിനർത്ഥം പറയണു, സുധാക്വ, ക്വ സ്വത എന്ന് വെച്ചാൽ സുധാക്വ, അമൃതം എവിടെയാണ്? അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? അത് പാനം ചെയ്താൽ അനന്തര ഫലം എന്താണ്? കഥാക്വ, കഥ എവിടെ? ഭാഗവതം എവിടെ? തത്വശാസ്ത്രം എവിടെ? ലോകേ, ലോകത്തിൽ. കാജക്വ, കാജം എവിടെ? അതായത് മിന്നുന്നതെല്ലാം പൊന്നല്ല, ശ്രദ്ധിക്കണം, കാക്കപ്പൊന്ന് പൊന്നല്ല അല്ലേ? അപ്പോൾ ക്വ കാജ, കാജം എവിടെ? മഹാൻമണി ക്വ, മഹത്തായ രത്നം എവിടെ? ക്വ മണി, പറഞ്ഞില്ലേ മണിർ മഹാൻ, മണി എന്ന് പറഞ്ഞാൽ രത്നങ്ങൾ, അതിൽ മഹാൻ. അപ്പോൾ വിശേഷമുള്ള രത്നം എവിടെ? മഹാൻ മണി ക്വ, മഹത്തായ രത്നം എവിടെ? ബ്രഹ്മരാധ. ഈ ബ്രഹ്മരാധ എന്നുള്ളത് ശുഗദേവൻ, ശുഗന്നല്ല, ഷുഗർന്നുമല്ല, ശുഗദേവൻ. അപ്പോൾ ബ്രഹ്മരാധ ഇതി വിചാര്യ, ഇങ്ങനെ വിചാരിച്ചു, ഇപ്രകാരം വിചാരിച്ചിട്ട് തഥാ, അപ്പോൾ ദേവാൻ ജഹാസഹ, ദേവന്മാരെ ഹസിച്ചു. ബ്രഹ്മരാധനായിരിക്കുന്ന ശുഗബ്രഹ്മർഷി ദേവന്മാരെ അപഹസിച്ചു. കാൻ യു ഡു ദാറ്റ്? അതിൻ്റെ ആഴം മനസ്സിലായോ നിങ്ങൾക്ക്? ദേവന്മാരെ ബ്രഹ്മരാധനായിരിക്കുന്ന, അല്ലെങ്കിൽ അതെ ബ്രഹ്മരാധൻ ശുഗബ്രഹ്മർഷി പരിഹസിച്ചു. എന്താ ചോദിച്ചത്? ഏയ് ദേവന്മാരെ, നിങ്ങൾ കൊണ്ടുവന്ന അമൃതം എവിടെ? മണിർമഹാൻ, വിശേഷപ്പെട്ട രത്നമാകുന്ന മഹാഭാഗവതം എവിടെ? അത് എങ്ങനെ? ഇതി വിചാര്യ, വിചാരിച്ചിട്ട്, വികാരം കൊണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, വിചാര്യ. അപ്പം അർത്ഥം ഏകദേശം സ്പഷ്ടമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. എന്താ? ദേവന്മാരുടെ പാനീയമായ അമൃതം എവിടെ? ദേവന്മാർ മധുപാനം ചെയ്യണു, അതിനാണ് അമൃതം എന്ന് പറയുന്നത്. ബോധമില്ലാണ്ടിരിക്കലാണല്ലോ. പക്ഷെ അവർക്ക് മരണമില്ല, കൽപ്പാന്തകാലം മരിക്കണമെങ്കിൽ. അപ്പോൾ ദേവന്മാരുടെ പാനീയമായ അമൃതം എവിടെ? ഭാഗവത കഥാമൃതം എവിടെ? ലോകത്തിൽ ഒരു കുരുട്ടുകല്ലെവിടെ? കാജ, മിന്നുന്നതെല്ലാം പൊന്നെന്നല്ല പറഞ്ഞല്ലേ? കുരുട്ടുകല്ല് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത് രത്നമല്ല. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, കഥാലോകെ കാജ എന്ന് പറഞ്ഞാൽ സ്വർണ്ണമല്ല, സ്വർണത്തിനെ പോലെ മിന്നും, കുരുട്ടുകല്ല് എന്ന് പറയും. മിന്നുന്നതെല്ലാം പൊന്നല്ല. ലോകത്തിൽ ഒരു കുരുട്ടുകല്ല് എവിടെ? ഏറ്റവും പ്രകാശമുള്ള മഹാരത്നം എവിടെ? ഏറ്റവും പ്രകാശപൂരിതമായ മഹാരത്നം എവിടെ? രണ്ടിനും തമ്മിൽ എത്രയോ അന്തരമുള്ളതുപോലെ, അന്തരം വ്യത്യാസമുണ്ട്, അജഗജാന്തര വ്യത്യാസമുണ്ട്. കുരുട്ടുകല്ല് എവിടെ? മഹാരത്നം എവിടെ? അതേപോലെയാണ് നിങ്ങൾ കൊണ്ടുവന്ന അമൃതവും മഹാഭാഗവതവും, ശ്രീമദ് ഭാഗവതവും. അപ്പോൾ പറയണു, രണ്ടിനും തമ്മിൽ എത്രയോ അന്തരമുള്ളതുപോലെ ദേവാമൃതത്തിനും കഥാമൃതത്തിനും തമ്മിൽ മഹദന്തരമുണ്ട്. മഹത് അന്തരം, മഹത്തായ അന്തരമുണ്ട്. അപ്പോൾ അമൃത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാശി പിടിക്കണ്ട. കാരണം എന്താ? ഭാഗവതം അതിനേക്കാൾ വലുതാണ്. കാരണം എന്താ? ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമാണ്.
അപ്പോൾ ഏറ്റവും ശാന്തിയും സമാധാനവും മുമുക്ഷുത്വവും പ്രാപിക്കുന്നൊരു വസ്തു വേണോ, കണ്ണടയ്ക്കാൻ സാധിക്കാത്ത ദേവന്മാരാവണോ? ദേവന്മാർ കണ്ണടയ്ക്കണില്ല. അത് മാത്രമല്ല, ഇവിടെ പറയണു, ദേവാമൃതപാനം ചെയ്യുന്നവർ പുണ്യം ക്ഷയിക്കുമ്പോൾ രണ്ടാമതും മനുഷ്യലോകത്തിൽ ജനന മരണത്തിൽ അകപ്പെടണം. ഇതാണ് അമൃതം പാനം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ദേവാമൃതപാനം ചെയ്യുന്നവർ പുണ്യം ക്ഷയിക്കുമ്പോൾ, പുണ്യം വർദ്ധിച്ചാൽ ദേവന്മാരാവും, പക്ഷേ ക്ഷയിക്കും. അനവരതം പുണ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നതിന് അനവരതം. ഇപ്പം ഞാൻ ആചാര്യനായി 2001 നവംബർ മാസത്തിൽ ബോംബെയിൽ പോവായി IITക്ക് മുൻവശം ഹരി ഓം നഗർ അയ്യപ്പ വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ ആദ്യത്തെ സപ്താഹം ചെയ്തു. ഓക്കെ, അതിൻ്റെ ശേഷം ഞാൻ വേറെ ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മുമ്പിൽ ഇരുന്നിട്ട് 1 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഞാൻ ആചരണം ലംഘിക്കരുത്, ആചരിക്കണം. സ്വാധ്യായ പ്രതിബോധിതാം, മറ്റുള്ളവരെ ബോധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ബോധ്യപ്പെടണം. അപ്പം ഞാൻ കപ്പിക്കാർന്ന് വായിച്ച് പഠിക്കണം. എന്നാൽ നിങ്ങൾ എന്തിനാ രാജേട്ടാ സ്കൂളിൽ നന്നായിട്ട് പഠിച്ച് കോളേജിലൊക്കെ പോയിട്ട് വല്ല ഡോക്ടറും എൻജിനീയറും ആവുമോ ആയിക്കൂടെ എന്ന് ചിലവർ ചോദിക്കാം. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുണ്ടാവുന്ന മാനസിക അവസ്ഥ ഡോക്ടറായാലും എൻജിനീയർ ആയാലും ഉണ്ടാവുമോ? അപ്പോൾ ഈ ക്യൂ നിൽക്കണേൽ ഡോക്ടർമാരും എൻജിനീയേഴ്സും ഉണ്ടല്ലോ. ഞാൻ ക്യൂ നിൽക്കാറില്ല. കാരണം എന്താ, ഞാൻ വിശേഷപ്പെട്ട വിഗ്രഹത്തെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അതിന് ചൈതന്യം കൊടുക്കുന്ന പരബ്രഹ്മസ്വരൂപിയായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ തരാൻ കഴിവുള്ള ജ്ഞാനസ്വരൂപനായിരിക്കുന്ന, സ്നേഹസ്വരൂപനായിരിക്കുന്ന, പ്രേമസ്വരൂപനായിരിക്കുന്ന, ച്യുതിരഹിതനായ, കൂടസ്ഥനായ, സർവജീവഗുഹാശയനായ ഭഗവാൻ എൻ്റെ ഒപ്പമുണ്ട്. അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹമായിട്ടൊരു കോൺട്രാക്റ്റ് ഒപ്പിടണം. എന്താ? എനിക്ക് ആശാപാശ വിമോഹിത, ജീവിതത്തിലെ ആശകളും പാശങ്ങളും ഇല്ലാതെ കണ്ട് ഹൃദയഗ്രന്ഥി വിഭേദിനി, വിഷ്ണു സഹസ്രനാമം പറയുന്നുണ്ട്, ഹൃദയത്തിലേക്കുള്ള ഗ്രന്ഥിയെ വിഭേദിച്ച് പുനരവിജനനം പുനരവിമരണം ഇല്ലാത്ത അവസ്ഥയെ, പരിപാവനമായ അവസ്ഥയെ പ്രാപിക്കുമാറാക്കണേ. ഇതാണ് ജീവിത ലക്ഷ്യം. അപ്പോൾ ഹരികഥാമൃതപാനം ചെയ്യുന്നവരാകട്ടെ പുനർജന്മരഹിതമായ മോക്ഷപദവിയെ പ്രാപിക്കും. അപ്പോൾ ഈ അമൃതപാനം ചെയ്യുന്നതിനേക്കാൾ മേന്മയാണ് ഹരികഥ. ഭാഗവതമാകുന്ന അമൃതപാനം ചെയ്യുന്നവരാകട്ടെ പുനർജന്മരഹിതമായ മോക്ഷപദവിയെ പ്രാപിക്കും. ഈ ദേവന്മാർ ശുകദേവനെ വഞ്ചിപ്പാൻ വിചാരിച്ചു എന്നാ പറയണത് വ്യാസർ. ശുകബ്രഹ്മമഹർഷിയെ വഞ്ചിക്കാൻ ആലോചിച്ച് നോക്കണം. അപ്പോൾ ദേവന്മാർ നമ്മൾക്ക് ഈശ്വരമായയിലേക്ക് തള്ളിയിടുകയാണ്. അതിനാണ് നമ്മൾ പറയണത്, പാക്കേജ് ഉള്ള കുട്ടീനെ എനിക്ക് മരുമകളാക്കണം, അല്ലെങ്കിൽ പാക്കേജ് ഉള്ള കുട്ടീനെ എനിക്ക് ഭാര്യയാക്കണം. അപ്പോൾ ഈ പാക്കേജ് കൊണ്ട് മോക്ഷം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ ദേവന്മാർ ശുകദേവനെ വഞ്ചിപ്പാൻ വിചാരിച്ച് വന്നിരിക്കുന്നുവെന്നിങ്ങനെ ആലോചിച്ച് സഭയിൽ നിൽക്കുന്ന ദേവന്മാരെ സ്പഷ്ടമായി പരിഹസിച്ചു എന്നാണ്. ഇപ്പോൾ ഞാനൊരു സോഷ്യൽ ക്രിട്ടിക്കാണ് എന്ന് നിങ്ങളോട് മുൻകൂർ ജാമ്യം എടുക്കണത് എന്തുകൊണ്ടാണ്? ഞാൻ ചിലപ്പോൾ നിങ്ങൾ പരിപാവനമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന വസ്തുതകളെ ഞാൻ നിശിതമായി വിമർശിക്കും. ഉറപ്പാണ്, ഞാൻ വിമർശിക്കും. കാരണം എന്താ?
അതിൽ കാമ്പില്ല എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്കത് അറിയാൻ സമയമെടുക്കും. ഇൻ ജനറൽ ഐ ആം നോട്ട് എന്താണെന്നാ പറയുക, ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അപ്പോൾ സ്പഷ്ടമായി പരിഹസിച്ചു. ബാലന്മാരെ വഞ്ചിച്ച് പണം അപഹരിക്കാൻ പരിശ്രമിക്കുന്ന ധൂർത്തന്മാരെന്ന പോലെ എന്നെ വഞ്ചിപ്പാനായിട്ട് അവർ പരിശ്രമിക്കുന്നുവെന്ന് ശുഗമുനി വിചാരിച്ചുവെന്ന് സാരം. ബാലന്മാരെ ഇല്ലേ, ഈ ചെറിയ കുട്ടികൾ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു പിറന്നാളിന് പോയി അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് 2 ദിവസം മുമ്പ്, ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, ഇപ്പൊക്കെ നേരെ ഹാളിലേക്ക് വന്നാൽ മതി എന്നാ. സ്വന്തം സഹോദരന്മാരാണെങ്കിലും ചേട്ടൻ 10-75 വയസ്സായിട്ടുള്ള ചേട്ടൻ പെങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ഒരു 1:30 മണി സമയം, 1:45 മണി സമയം ഉണ്ടാവും. ഉടനെ വിദഗ്ധയായിട്ടുള്ള അനിയത്തി ഗൃഹസ്ഥ എന്തു പറയും? ഏട്ടത്തിയമ്മ ഏട്ടനെ ഊട്ടാതെ കണ്ട് പറഞ്ഞയക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടനെ കണ്ടാൽ അറിയാം വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് കഴിച്ചിട്ടാണ് വരേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള അന്തരാർത്ഥം എന്താ? ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്ക് അപഹാസ്യമായി തോന്നുന്നുണ്ടോ? ഇത് സത്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് പല സ്ഥലത്തും ഈ ജനറൽ നടക്കുന്നത്. ഇതാണ് കാരണം. എന്താ? പ്രസവിച്ച് അകല, മരിക്കുമ്പോൾ അടുക്കുക. ഇതാണ് വേദാന്ത വാക്യം. സമ്പത്ത് കൂടുമ്പോൾ തിരക്ക് കൂടും. എനിക്ക് സമ്പത്തില്ല, എന്നാൽ വിശേഷപ്പെട്ട സമ്പത്ത്, ഭാഗവതമാകുന്ന സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. അത് ആവശ്യക്കാർക്ക് ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ യൂട്യൂബിൽ 2750 പ്രഭാഷണമുണ്ട്. അതിൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ ഭാഗവതം പച്ച മലയാളത്തിൽ, അതിൽ മൂലശ്ലോകങ്ങൾ പറയണില്ല. ദേവി ഭാഗവതം, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു അവലോകനം, ജ്ഞാനാനന്ദ സ്വാമി തിരുവടികളുടെ രാമായണ തത്വം, ഇസ്കോൺകാരുടെ ഭഗവത്ഗീത ആസിറ്റീസ് 10 അധ്യായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ പിന്നെ സുഭാഷിതം, ശ്രീകൃഷ്ണ കഥാമൃതം 530 എപ്പിസോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1200 എപ്പിസോഡോളം പോകും. ഭാഗവതം എങ്ങനെയായാലും ഒരു 10,000 എപ്പിസോഡെങ്കിലും ഉണ്ടാവും. അപ്പോൾ 10,000 എപ്പിസോഡാകുമ്പോൾ എത്ര കൊല്ലം വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ കുറേ ഈശ്വരൻ എനിക്ക് സ്പീഡ് കൂട്ടണം. നോക്കാം, എന്തോ ആവട്ടെ, കിട്ടിയത് ലാഭമെന്നേ ഞാൻ വിചാരിക്കുള്ളൂ. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? അപ്പം എന്താ പറഞ്ഞത്? വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികൾ പപ്പടം തിന്നുന്നുണ്ടാവും. മാമയ്ക്ക് പപ്പടം തരുമോ ചോദിക്കും. ചില കുട്ടികൾ കൊടുക്കും, പിന്നെ കരയാൻ തുടങ്ങും. കുട്ടി കരഞ്ഞാൽ ഈ മാമയ്ക്ക് ആ കുട്ടീനെ ശാന്തതയാക്കാൻ അറിയില്ല. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കളിപ്പാട്ടത്തിലുള്ള ശ്രദ്ധ മാറണമെങ്കിൽ കളിപ്പാട്ടത്തിനേക്കാൾ രസാനുഭൂതി അനുഭവിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വരൂ മക്കളെ എന്ന് പറഞ്ഞാൽ അവർ വരും. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തുവിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ വസ്തുവിനേക്കാൾ പ്രധാനമർഹിക്കുന്ന കാര്യങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരുള്ളൂ. അപ്പോൾ ഭാഗവത ആചാര്യന്മാർ ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ കഥ പറയില്ല. കാരണം എന്താ? 4 പാട്ട് പാടും ഗംഭീരമായിട്ട്. ഇപ്പോൾ പുല്ലാങ്കുഴൽ, ശ്രുതി, കീബോർഡ്, തബല, മൂലം ഭാഗവത്തിനും കൂടി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? ആൾക്കാരെ രസിപ്പിക്കണം. തത്വശാസ്ത്രങ്ങൾ പറഞ്ഞാൽ അവരിരിക്കില്ല, പോയി പണി നോക്കാൻ പറയും അവർ. നിങ്ങൾ എന്നെ കാണില്ല, നിങ്ങൾ പോയി പണി നോക്കാൻ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ? എൻ്റെ പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ. അതുകൊണ്ടാണ് ശുഗമുനി വിചാരിച്ചു എന്ന് സാരം. വ്യാസര ഊഹം തെറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥമായല്ലോ.
ഇനി ശ്ലോകം 16 എന്താ അത്? അഭക്താം സ്ഥാംശ്ച വിജ്ഞായ നദതോ സകഥാമൃതം ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാമഭി ദുർലഭ. വളരെ രസാനുഭൂതി. വായിക്കുമ്പം തന്നെ നമുക്ക് അർത്ഥം അങ്ങനെ കയറി വരും. എവിടുന്ന്? ഭഗവാൻ ഉന്തിത്തള്ളി തരുന്ന്. അഭക്താം സ്ഥാംശ്ച വിജ്ഞായ ന തതോ സകഥാമൃതം ശ്രീമദ് ഭാഗവതി വാർത്ത സുരാണാം അഭിദുർലഭ. അവിടെ സുരാണാം അഭി എന്നാ. അപ്പോൾ സുരാണാം അഭി എന്ന് നമ്മൾ വായിച്ചാൽ മതി. അപ്പോൾ കേൾക്കണവർക്ക് മനസ്സിലാവും, ഓ ഇയാൾ കാലടി സർവകലാശാലയിൽ നിന്നാണ് വരണത് എന്ന്. അപ്പോൾ എന്നോട് ചിലവർ ചോദിച്ചിട്ടുണ്ട്, കാലടിയിലാണോ പഠിച്ചത്? അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ കാലടിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കാലടിയിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ എനിക്ക് വേണ്ട അർത്ഥ ശബ്ദങ്ങൾ തരണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് പദാർത്ഥം പറയുകയാണെങ്കിൽ എന്താ? താൻ ഭക്തായ വിജ്ഞായ, അങ്ങനെയാണ് തുടങ്ങുക. അവർ അഭക്തന്മാരെന്നറിഞ്ഞിട്ട്. അവിടെ താൻ എന്ന് പറഞ്ഞാൽ നീ എന്നല്ല, താൻ അഭക്താൻ വിജ്ഞായ, അവർ അഭക്തന്മാരെന്നറിഞ്ഞിട്ട് സ എന്ന് പറഞ്ഞാൽ സുഖദേവൻ എന്നർത്ഥമായി. ഒരു അക്ഷരാണ് സ, അദ്ദേഹം എന്നർത്ഥം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏത് അദ്ദേഹം? സുഖബ്രഹ്മർഷി സുഖദേവൻ. കഥാമൃതത്തെ ന ദദൗ, ദാനം ചെയ്തില്ല. എനിക്ക് നിങ്ങളുടെ അമൃത് വേണ്ട, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്. സുഖബ്രഹ്മ മഹർഷി ദേവന്മാരോട് പറഞ്ഞു, ഗെറ്റ് ലോസ്. എന്താ? നിങ്ങളുടെ അനുഗ്രഹമല്ല എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് മോക്ഷം തരാൻ പറ്റുമോ? പറ്റില്ല. ദേവന്മാർക്ക് മോക്ഷം തരാൻ പറ്റില്ല. പറച്ചുവെറ്റ് പന്തിരകുലത്തിൽ നാരായണത്ത് ഭ്രാന്തൻ, ഉണ്ണിഭ്രാന്തൻ വലിയൊരു കല്ല് മലയുടെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുപോകും. അവിടുന്ന് കല്ല് താഴേക്ക് ഉരുട്ടും. അത് പോകുന്നത് നോക്കിയിട്ട് കൈകൊട്ടി ചിരിക്കും. അതിൻ്റെ പിന്നിൽ വലിയൊരു തത്വജ്ഞാനം ഉണ്ട് എന്നുള്ളത് എത്ര ആൾക്കറിയാം? ഈ കല്ല് ഉരുട്ടി കയറ്റണമെങ്കിൽ വളരെയധികം ശ്രമം വേണം. താഴേക്ക് തള്ളിയിടാൻ യാതൊരു ശ്രമവുമില്ല, അത് ഉരുണ്ട് വരും. അത് ലോകനീതിയാണ്. അപ്പോൾ ഒരാളെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വേണം ഉയരാൻ. എന്നാൽ എന്താ? താഴെ വീഴില്ല. പെട്ടെന്ന് ഉയർന്നു വിചാരിക്കുക, പതനം സഹിക്കില്ല, നട്ടല് പൊട്ടിപ്പോവും. അപ്പോൾ ഉയരത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്, താഴെ ഇറങ്ങാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കഥാമൃതത്തെ ന ദദോ, ദാനം ചെയ്തില്ല. ശ്രീമദ് ഭാഗവതി വാർത്ത, ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ച കഥ, തത്വശാസ്ത്രങ്ങൾ എന്ന കഥയെ സുരാണാമഭി ദുർലഭ, ദേവന്മാർക്കും ദുർലഭമാകുന്നു. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഇരുന്ന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ. ദേവന്മാർക്ക് ഭാഗവതം ദുർലഭമാകുന്നു എന്ന് സപ്താഹങ്ങൾ നടത്തിയവരും സപ്താഹങ്ങൾ ചെയ്യുന്നവരും 5000, 10000, 15000 കൊടുത്ത് അന്നദാനം ചെയ്തവരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ദേവന്മാര് മനുഷ്യരുടെ കഫം തീനികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ദേവതാ സമ്പ്രദായത്തിനെ ബഹുമാനിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത്. ഭഗവാനെ സ്വന്തം ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യാൻ, മറ്റുള്ളവരിൽ ഇതേ ഭഗവാൻ ഇരിക്കണു, അവർ മോശക്കാരല്ല, എൻ്റെ അത്ര നിറമില്ലെങ്കിലും, എൻ്റെ അത്ര ഉയരമില്ലെങ്കിലും, എൻ്റെ അത്ര പണമില്ലെങ്കിലും, എൻ്റെ അത്ര പണ്ഡിതനല്ലെങ്കിലും എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ തെറ്റ്.
എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞാൽ അവരും ഞാനും സമഭാവനയുള്ളവരാണ് എന്ന് ഭാഗവതം പറയണു. അത് നമ്മൾ ഉൾക്കൊള്ളാതെ കണ്ടിരുന്നാൽ ദോഷം എന്താണ്? സമഭാവന ഇല്ലാതെ കണ്ടിരുന്നാലത്തെ ദോഷം വലിയ ദോഷമാണ്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. സുധാപാനം, അമൃതപാനം ചെയ്യുക എന്നുള്ളത് ദേവന്മാർ ചെയ്യുന്നത് എന്താണ്? അപ്സര സ്ത്രീ സംഭോഗം മുതലായ വിഷയങ്ങളുടെ ഉപഭോഗത്താൽ ഉന്മത്തന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ ഭക്തിയുള്ളവരല്ല. ശ്രദ്ധിക്കണം, ദേവന്മാർക്ക് ഭക്തിയില്ല. ഈ കഥ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ വിരലിവിടെ വെച്ചിട്ടുണ്ട്. സബ്ജക്റ്റിൽ നിന്ന് പോവില്ല, ഈ സബ്ജക്റ്റിലേക്ക് തന്നെ ഞാൻ തിരിച്ചു വരാം. രാമായണത്തിൽ ഹനുമാൻ, വായുപുത്രനായിരിക്കുന്ന ഹനുമാൻ ലങ്കയിലേക്ക് ചാടുമ്പോൾ സമുദ്രത്തിൽ നിന്ന് ഒരു പർവ്വതം, മൈനാകപർവ്വതം പൊന്തി വന്ന് വിശ്രമിച്ചോളാൻ പറഞ്ഞു എന്നൊരു കഥയുണ്ട്. എന്താണ് ആ കഥയുടെ ചരിത്രം? ആ കഥയ്ക്കൊരു ചരിത്രമുണ്ട്. പണ്ട് പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ പർവ്വതങ്ങൾ കൂട്ടത്തോടു കൂടി പറക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നാൽ ഈ ഭൂമിയുടെ സന്തുലനാവസ്ഥ നഷ്ടം വരും. ഈ ഭൂമി ഉരുണ്ടതാണെങ്കിലും പരന്നതായിട്ടാണ് നമ്മൾ കാണുക. കയറ്റം ഇറക്കൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ ഭൂമി ഇളകാതെയിരിക്കാൻ ആണ് എന്ത് ചെയ്യണത്? പർവ്വതങ്ങളെ ആണിയടിച്ച് വെച്ചിരുന്നു എന്നാണ് പറയണത് ഭാവനയിൽ. അപ്പോൾ സമനിലത്ത് ഉള്ളവർക്ക് ഈ ഭൂമി കുലുക്കം അത്ര ബാധിക്കില്ല. ഒരു പർവ്വത സാനുക്കളെ കൂടെ സഞ്ചരിക്കുക ഭൂമി കുലുക്കം നമ്മൾ വാട്സപ്പിലൊക്കെ കാണും. പെട്ടെന്ന് മരങ്ങളും എടുത്താൽ പൊന്താത്ത പാറകളൊക്കെ ഉരുണ്ടു വരും. അപ്പോൾ ഇന്ദ്രൻ ഈ പർവ്വതങ്ങളുടെ കുന്നുകളുടെ ഒക്കെ പക്ഷങ്ങൾ ഛേദിക്കാൻ തുടങ്ങി വജ്രായുധം കൊണ്ട്. കഥയാണ് ഇട്ടുവോ, പേടിക്കണ്ട. അപ്പോൾ വായു ഭഗവാന് ഒരു കൗശലം തോന്നി, ഈ ഇന്ദ്രനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. മൈനാകപർവ്വതത്തിനോട് പറഞ്ഞു, താൻ ഇപ്പോൾ വേണമെങ്കിൽ സമുദ്രത്തിൽ പോയി ഒളിച്ചോ, തൻ്റെ ചിറകുകൾ നഷ്ടം വരില്ല. ഇതാണ് കഥ. അങ്ങനെയാണ് മൈനാകപർവ്വതം സമുദ്രത്തിൽ പോയി കിടന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വായു ഭഗവാൻ സ്വാർത്ഥതയാണ് കാണിച്ചത്. എന്താ സ്വാർത്ഥത കാണിച്ചത്? വേറൊരാൾക്കും മൈനാകപർവ്വതം സമുദ്രത്തിൽ പോയി മുങ്ങിക്കിടക്കണത് ഉപകാരം ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ മകൻ നാളെ എനിക്കൊരു മകനുണ്ടാകുന്നു, വായുപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹനുമാൻ ലങ്കയ്ക്ക് ചാടുമെന്നും, അപ്പോൾ ഒരു റിസോർട്ട് വിശ്രമിക്കാൻ ആകാശത്തിലേക്ക് പറന്ന് എത്താൻ പറ്റുന്ന രീതിയിൽ ഒരാൾ വേണം. ഇത് വിനിമയമാണ്. എൻ്റെ മകന് വേണ്ട സ്വാർത്ഥതയാണ്. അപ്പോൾ ദേവന്മാരെ കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ദേവന്മാരെ സ്വാർത്ഥ ബുദ്ധികളാണ്. അത് പറയാൻ, ദേവന്മാരെ പരിഹസിക്കാൻ ശുഖബ്രഹ്മർഷിക്ക് ജ്ഞാനം, അറിവുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേവന്മാരെക്കാൾ ഉയരത്തിലാണ് ശുഖബ്രഹ്മർഷി. എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്? ഭാഗവത രസം, ഭാഗവത തത്വശാസ്ത്രങ്ങൾ. അതുകൊണ്ടാണ് സുധാപാനം, അപ്സര സ്ത്രീ സംഭോഗം മുതലായ വിഷയങ്ങളുടെ ഉപഭോഗത്താൽ ഉത്തമന്മാരായിരിക്കുന്ന ഈ ദേവന്മാർ ഭക്തിയുള്ളവരല്ലെന്നറിഞ്ഞ ശുകദേവൻ ദേവന്മാർക്ക് കഥാമൃതത്തെ നൽകിയില്ല. അതുകൊണ്ടാണ് എവിടെയൊക്കെ സപ്താഹവേദികളിൽ എന്താണെന്ന് പറയാ, ദീപപ്രജ്വലനം നടത്തിയാൽ
അത് ഉദ്വാസനം ചെയ്യുന്നത് വരെ ദേവന്മാർ സൂക്ഷ്മ ശരീരികളായിട്ട് ഭാഗവതം കേൾക്കാൻ ഇരിക്കണു. അതുകൊണ്ട് ആചാര്യൻ സ്റ്റേജ് വിട്ടിറങ്ങുമ്പോൾ ആരാധനാമൂർത്തിനെ നമസ്കരിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ ഇപ്പോൾ വരാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആചാര്യൻ എത്രത്തോളം കേമന്മാരാവണോ അത്രത്തോളം കഥ പറയാൻ മാത്രമേ വരുള്ളൂ. ആചാര്യൻ സ്റ്റേജ് വിട്ട് പോകാൻ പാടില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും അറിയാത്തത് കാരണം നിങ്ങൾ വിചാരിക്കും പട്ടാമ്പിക്ക് എന്തോ സുധാപാനം ചെയ്ത് അമൃതപാനം ചെയ്തിട്ട് ദേവന്മാരുടെ എന്താ പറയുക മധുരസായനം പാനം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല എനിക്ക്. അപ്പോൾ എന്താ ഇവിടെ? അപ്പോൾ ശുകദേവൻ ദേവന്മാർക്ക് കഥാമൃതത്തെ നൽകിയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥാമൃതം ദേവന്മാർക്കും കൂടെ ലഭിപ്പാൻ പ്രയാസമായിരിക്കെ, ദേവന്മാർക്ക് കൂടി ഭാഗവത രസാമൃതം ആസ്വദിക്കാൻ സാധിക്കാതെ കണ്ടിരിക്കുന്ന സമയത്ത് പ്രയാസമായിരിക്കെ മനുഷ്യർക്ക് കിട്ടുന്നത് അലഭ്യലാഭമാണെന്ന് പിന്നെ പറയണമോ? അലഭ്യലാഭം എന്ന് പറഞ്ഞാൽ ലഭിപ്പാൻ പ്രയാസമുള്ളത്, ലഭിപ്പാൻ പറ്റാത്തത് എന്നർത്ഥം അലഭ്യം. അപ്പോൾ അലഭ്യലാഭം ആണെന്ന് പിന്നെ പറയണമോ? ഇതാണ് ചോദ്യം അല്ലെങ്കിൽ പ്രസ്താവന. ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ കൈവയ്ക്കാൻ താമസിക്കുന്ന ഭാഗവതം നമ്മൾ ഓരോരുത്തരും ഇതിൽ കൈവച്ചാലല്ലേ ഇതെന്താന്നുള്ളത് അറിയുള്ളൂ. അപ്പം ഇതിൻ്റെ ആഴവും പരപ്പും സാമാന്യ രസാനുഭൂതിയും അന്യം നിൽക്കാൻ കാരണം നമ്മളിതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഭാഗവതം പഠിച്ചാലുണ്ടാവുന്ന അനുഭൂതി വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർ രക്ഷപ്പെട്ടവർ എഴുതണതും സാക്ഷാൽ ഭഗവാൻ തന്നെ പറയുന്നതുമായ തത്വശാസ്ത്രം അല്ലേ മേലെ എന്നെനിക്കൊരു കുറുക്ക് ചോദ്യം നിങ്ങളോട് ചോദിക്കാണ്ട്. അതവിടെ ഇരിക്കട്ടെ. അടുത്ത ശ്ലോകം പറയാം നമുക്ക്. 17ാമത്തെ ശ്ലോകം എന്താ പറയണത്? രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാധാഭി വിസ്മിതാഃ സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യജാ. ശ്രദ്ധിച്ചോളൂ പുസ്തകമുള്ളവരെ, ഗ്രന്ഥമുള്ളവരെ. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാ ധാധാഭി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാൽ. അതലോത് തന്നെ വായിക്കണം. അതലോത് അതലോയത് സാധനാന്യജാം. ഇനി തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ഞാൻ വായിച്ചാൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. ഇവിടെ പറയണു രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാധാഭി വിസ്മിതഃ സത്യലോകേ തുലാം ബദ്ധ്വാ അതലോയത് സാധനാന്യജ. പുരാ പണ്ട്, പണ്ട് രാജ്ഞാ തഥാ മോക്ഷം വീക്ഷ്യ നല്ലാണ് അർത്ഥം വരുള്ളൂ. രാജ്ഞ തഥാ മോക്ഷം വീക്ഷ്യ, രാജാവിൻ്റെ അപ്രകാരമുള്ള മോക്ഷത്തെ വീക്ഷിച്ചിട്ട് ഈ ഭാഗവതം പഠിക്കുക. ഭാഗവതം പഠിച്ച് അതിൻ്റെ രസാനുഭൂതി ജീവിതത്തിലേക്ക് പ്രയോഗശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്നാൽ ആനന്ദചിന്മയഹരേ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ആനന്ദചിന്മയഹരേ എന്ന് വിളിച്ചാൽ പോരാ, അത് എൻ്റെ ഉള്ളിലാണെന്നും എൻ്റെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് നമ്മൾ പറയുമല്ലോ അല്ലേ. അപ്പം എൻ്റെ മനസ്സിലുള്ള വികാര വിക്ഷോഭങ്ങളാണ് മനസ്സിലുണ്ടാവുക. എനിക്ക് വികാരങ്ങളുമില്ല വിക്ഷോഭങ്ങളുമില്ല. അതുകൊണ്ട് ഈ മായയ്ക്ക് 2 സ്വഭാവം ഉണ്ടെന്നാണ്. ഒന്ന് ചലിക്കുന്നുണ്ടോ എന്ന് തോന്നുക, ഒന്ന് മറഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു പാട്ട് ഉണ്ട്,
ചോളിക്ക എന്താണ് ചോളിക്ക പീച്ചയ്ക്കാഹെ എന്തോ ഒരു ഇതുണ്ട്. അത് നമ്മൾ തെറ്റിദ്ധരിച്ചു. ഭാഗവതം സാധാരണ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞിട്ടാണ് വയ്ക്കുക. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ചോളിക്ക പീച്ചയ്ക്കാഹെ എന്ന് പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കേണ്ട, ഭാഗവതം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ഇവിടെയാണ് വിചാരിക്കണതൊന്ന്, അനുമാനിക്കണതൊന്ന്. തെറ്റി അനുമാനിച്ചാൽ ആർക്കാ നഷ്ടം? തെറ്റി അനുമാനിച്ചാൽ തെറ്റ് അനുമാനിക്കുന്നവരൊക്കെയാണ്. കാരണം അവരുടെ തഥാതൻ പറയും തഥാസ്തു എന്നുള്ളത്. അപ്പോൾ ചോളിക്ക പീച്ചയ്ക്കാഹെന്ന് ചോദിച്ചാൽ അത് അസംബന്ധമല്ല എന്ന് മനസ്സിലാക്കിയവൻ രക്ഷപ്പെടും. അപ്പോൾ യഥോരാജ തഥാ പ്രജ, രാജാവ് എങ്ങനെയാണ് അതേപോലെ പ്രജകളെന്ന് പറയുന്ന മാതിരി നമ്മുടെ ബുദ്ധിയുടെ അവസ്ഥ എന്താ, അത് പരിപാകപ്പെട്ടിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ഫലം നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? പുരാ പണ്ട് രാജ്ഞാതഥാ മോക്ഷം വീക്ഷ്യ, രാജാവിൻ്റെ അപ്രകാരമുള്ള മോക്ഷത്തെ വീക്ഷിച്ചിട്ട് ധാതാ അഭിവിസ്മിത, ധാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവ് എന്നർത്ഥമായി. ധാതാവ് വിധി കൽപ്പിക്കുന്നവെന്നൊക്കെ അർത്ഥം പറയും. ധാതാ അഭി വിസ്മിത, അഭി അപ്പോൾ ബ്രഹ്മാവും ആശ്ചര്യയുക്തനായി ഭവിച്ചു. ആശ്ചര്യയുക്തൻ, യുക്തിയുണ്ട്, അങ്ങനെ വിചാരിക്കാം. തെറ്റിദ്ധാരണയാണെങ്കിൽ ആ യുക്തി മാറും. അപ്പോൾ അജഹ എന്നാണ്. അജ എന്ന് പറഞ്ഞാൽ അജന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഒരു ശ്ലോകത്തിൽ തന്നെ ഒരു വാക്കിന് ഒരർത്ഥമുള്ള വാക്കിന് രണ്ട് വാക്കായി ഇല്ലേ? ധാത എന്നുള്ളതിന് അഭിവിസ്മിത, പിന്നെ ബ്രഹ്മാവ് ആശ്ചര്യപ്പെട്ടു. അജ ബ്രഹ്മാവ് സത്യലോകത്തിൽ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഭവനത്തിൻ്റെ പേരാണ് സത്യലോകം എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലവരും ചോദിക്കും, ഒരു കുട്ടി റോഡപകടത്തിൽ മരിച്ചു. ഈശ്വരൻ എന്താ പറയണ്ടേ? ബ്രഹ്മാവാണല്ലോ സൃഷ്ടിക്കണത്. ബ്രഹ്മാവിന് ഇത്ര ബുദ്ധിയില്ലേ? അല്ലെങ്കിൽ ബ്രഹ്മാവിന് സത്യം നേരില്ലേ? അപ്പോൾ ബ്രഹ്മാവ് സത്യലോകത്തിലാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവർ സത്യം നേരില്ലേ എന്ന് നമ്മൾ ചോദിക്കുമോ? ഇല്ല, ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിലെനിക്കും ദുഃഖം ഉണ്ടാവും. പക്ഷേ ആ ദുഃഖത്തിന് അർത്ഥമില്ല. കാരണം ഈശ്വരൻ ഓരോരുത്തർക്കും ആയുസ് കൊടുക്കുന്നത് ആ വ്യക്തിയുടെ ജന്മാന്തര പാപപുണ്യങ്ങളെ, സുഹൃത ദുരിതങ്ങളെ കൂട്ടിക്കിഴിച്ചിട്ടാണ്. അപ്പോൾ പറയേണ്ട, ഭഗവാൻ ആർക്കും ഫേവറും അല്ല എഗൈൻസ്റ്റും അല്ല. ഭഗവാൻ ആരോടും പ്രിയവുമില്ല അപ്രിയവുമില്ല. ഭഗവാന് പ്രകടമാവണമെങ്കിൽ ഒരു ശരീരം വേണം. ആ ശരീരം ഭഗവാനെ അറിയാതെ കണ്ട് പ്രകൃതിയുടെ ഗുണങ്ങളിൽ മുഴുകി ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഭഗവാൻ മായയിൽ നമ്മൾ മുങ്ങിയിരിക്കുകയാണ്. ഭഗവാൻ മായയിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ആ മായയെ സന്തോഷിപ്പിക്കണം. ഇപ്പോൾ നമുക്ക് അയലോക്കത്തു നിന്നൊരു സാധനം വേണം, ഒരു മഴു വാങ്ങിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കൈക്കോട്ട് വേണം, അല്ലെങ്കിൽ ഒരു കൊടുവാൾ വേണം, അല്ലെങ്കിൽ തൽക്കാലം ഒരു മിക്സി, ഇവിടുത്തെ മിക്സി കേടാ. അപ്പം അയലോക്കത്ത് ചോദിച്ചാൽ, ദേഷ്യപ്പെട്ട് ചോദിച്ചാൽ ഒരാളുടെ ഒരു സാധനം തരുമോ? ഇല്ല. അപ്പോൾ അവർക്ക് നമ്മളോട് സഹതാപം ചോദിക്കണം. അപ്പോൾ ഈഗോ ഉള്ളവൻ സംസാരിച്ചാൽ സഹതാപം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്താ സുഖമല്ലേ? ആ മിക്സി ഒന്നും കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല. അരവ് ബാക്കിയായിട്ട് പകുതിയായിട്ട് നിൽക്കുക, കേടുവന്നു. അതിനെന്താ, കൊണ്ടുപോയിക്കോളൂ. അത് തുടയ്ക്കാണ്ടേയും കഴുകാണ്ടേയും വൃത്തിയാക്കാണ്ടെയാണ് നമ്മൾ കൊടുക്കത്ത് വിചാരിക്കുക. അടുത്ത പ്രാവശ്യം തരൂ ഇവർ? ഇല്ല. അതേമാതിരി തന്നെ
മഴുവാണെങ്കിലും കൈക്കോട്ടാണെങ്കിലും പിക്കാസാണെങ്കിലും കമ്പിപ്പാരയാണെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ അത് വൃത്തിയായിട്ട് കൊടുക്കണം, എന്നാൽ പിന്നെയും കിട്ടും, ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല. അതേപോലെ ഇവിടെ സുധ വേണമെങ്കിലാവാം, പക്ഷെ സുധ ഭാഗവത പിന്നെ ദേവന്മാരുടെ അമൃത് കുടിച്ചാൽ പിപ്പിരിയാവും. അപ്പോഴാണ് അപ്സര സ്ത്രീ സംഭോഗം മുതലായ വിഷയങ്ങൾ. അതുകൊണ്ടാണല്ലോ സ്വന്തം വീട്ടിൽ അവനവൻ്റെ ഭാര്യ വീട്ടിലുണ്ടെങ്കിലും ബാറുകളിൽ പോയിട്ട് കുടിച്ച് ലക്കില്ലാതെ കണ്ട് അവിടുത്തെ പാട്ടും കൂത്തും ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്, നോട്ട് എറിയുന്ന ആൾക്കാരുണ്ട്. ഫീസ് അടയ്ക്കാൻ കാശ് കൊടുക്കില്ലേ വീട്ടിൽ? നിങ്ങൾക്കിത് മനസ്സിലായോ എനിക്കറിയില്ല. ഇപ്പോൾ IT പാർക്കുകളിൽ കൂടി മദ്യശാല വേണമെന്ന് പറഞ്ഞാൽ അതിലത്തെ കസ്റ്റമേഴ്സ് ആരാ? എൻ്റെയും നിങ്ങളുടെയും മക്കളും മരുമക്കളുമാണ്. അപ്പോൾ ഭാഗവത സുധ കുടിച്ചവർ ദേവസുധ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ നാടനാണെങ്കിലും ഫോറിനാണെങ്കിലും തൊടില്ല. അപ്പം ഇതൊരു സ്വഭാവ രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഭാഗവത തത്വശാസ്ത്രങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവ രൂപീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പോൾ ടീച്ചറായിരിക്കുന്ന അമ്മയെ വഞ്ചിച്ച് ഇത് ഹിമാലയ പർവ്വത സാനുക്കളിൽ അത്യൗഷധമായൊരു ചെടിയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ കഞ്ചാവ് കൃഷി മട്ടുപ്പാവിൽ ചെയ്യണം. നല്ല ബുദ്ധിയുള്ള മക്കളാണ്. പക്ഷെ ആ ബുദ്ധി അവനെ എവിടെ എത്തിക്കും? ഉണ്ട തിന്ന് അഴിയെണ്ണുന്ന പ്രകൃതത്തിലേക്ക് അധപ്പതിക്കും. അപ്പോൾ അമ്മ ടീച്ചറായതുകൊണ്ട് ആ കാര്യമില്ല. അമ്മ പഠിപ്പിക്കാനൊക്കെ മിടുക്കത്തിയാണ് അവരുടെ ലെവലിൽ. പക്ഷെ മകൻ ഈ അമ്മയ്ക്ക് പറഞ്ഞത് ജന്മാന്തര പാപപുണ്യങ്ങളിൽ പാപം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവനാണ്. അതുകൊണ്ടാണ് അവന് അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മട്ടുപ്പാവിൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഹിമവൽ സാനുക്കളിൽ വളരുന്ന രുദ്രാക്ഷ എന്ന് പറയാത്തത് നല്ല കാലം. അതിൽ രുദ്രാക്ഷത്തിൻ്റെ മഹിമ അയാൾക്കറിയില്ല. കഞ്ചാവ് കൃഷി ചെയ്യുന്നവന് രുദ്രാക്ഷത്തിൻ്റെ മഹിമ അറിയില്ല. അതേപോലെ ഒരു വിനിമയാണ് ഇവിടെ ഈ ദേവലോകത്തുള്ള സുധയും ശുഖബ്രഹ്മ മഹർഷി ഭാരതത്തിലെ മക്കൾക്ക് ഭാരതവാസികൾക്ക് സുലഭമാക്കി കൊടുക്കാൻ പരീക്ഷത്തിന് മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന ഭാഗവത സുധയെ പറഞ്ഞത് എന്ന് അർത്ഥമായി അവിടെ. അപ്പോൾ അജ ബ്രഹ്മാവ് സത്യലോകത്തിൽ തുലാം ബദ്വ എന്ന് പറഞ്ഞാൽ തുലാസിനെ ബന്ധിച്ച് ഈ തുലാഭാരം നടത്താൻ ഉപയോഗിക്കുന്നതുണ്ടല്ലോ, ചിലത് പൊട്ടിച്ചാടും. അത് അവിദ്യ കൊണ്ട് അല്ലേ, അവിദ്യ കൊണ്ടുള്ള ആൾക്കാർ മാനേജ് ചെയ്യുക കാരണമാണ്. അപ്പോൾ ആ തുലാസിനെ ബന്ധിച്ച സാധനങ്ങളെ അധോലയത് തുലനം ചെയ്തു എന്നാണ്. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, ആദ്യം വായിച്ചപ്പോൾ ഞാനങ്ങനെ വായിച്ചു പോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവിടെ എന്തായി? രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാഭി വിസ്മിത സത്യലോകേ തുലാം ഭദ്വാത് അധോലയത് സാധനാന്യജാം. അധോലയത് തന്നെ വരണം. അപ്പോൾ നമ്മൾ ഇതെന്തുകൊണ്ടാണ് സംസ്കൃതം കൂട്ടക്ഷരാണ്. അതിനെ മലയാളീകരിക്കുമ്പോൾ സംസ്കൃതം കൂട്ടക്ഷരാന്ന് അറിയാത്തവരെ അത് ഉച്ചരിക്കുമ്പോൾ അർത്ഥം വരില്ല. അപ്പോൾ അർത്ഥം വന്നവർ അത് അർത്ഥം അറിഞ്ഞ് അത് പറഞ്ഞു കൊടുത്താൽ ശരിയായി, അത്രയേ ഉള്ളൂ. ഇനി ഒന്നുകൂടി ഒരു ശ്ലോകം കൂടിയും പറയാൻ ശ്രമിക്കാം, കാരണം നമുക്കിത് കഴിയും വേണ്ടേ. അല്ല അത് പറയണ്ട, 17ാമത്തെ ശ്ലോകമാണല്ലോ. അപ്പോൾ ഞാൻ അതെ. അപ്പോൾ ഇത് ഇതിൻ്റെ വാക്കാർത്ഥമല്ലായിട്ടുള്ളൂ, ഭാവാർത്ഥമായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പേ അദ്ദേഹം വേറൊരു ശ്ലോകം പറഞ്ഞ അർത്ഥം പറയണ്ട, അത് ഭാഗവതത്തിലുള്ളതല്ല.
അതെങ്ങനെയാണ് ചോദിച്ചാൽ വിദ്ധിശൗരാഗ്നിശസ്ത്രാഹി ഗജസിംഹാദിഭിത്തിദാ വിഷാദിഭിർഹേതുഭൂതേ മൃദോ നലഭതേ ഗതിം. എന്താ പറഞ്ഞത്? അത് സാധാരണ ഭാഗവതം ടെസ്റ്റിൽ ഉണ്ടാവില്ല, വ്യാഖ്യാനമുള്ള ടെസ്റ്റിലേ ഇതുള്ളൂ. വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണത് എഴുതി ചേർത്തുള്ളത്. വിദ്ധിശൗരാഗ്നിശസ്ത്രാഹി ഗജസിംഹാദിഭിത്തിദ വിഷാദിഭിർഹേതുഭൂതേ മൃദോ നലഭതേ ഗതിം. ഞാൻ അർത്ഥം പറയാം. അതിൻ്റെ ഇടിമിന്നൽ തട്ടി മരിക്കുക, ശ്രദ്ധിക്കണം, ഇടിമിന്നൽ തട്ടി മരിക്കുക, കള്ളന്മാർ തല്ലിക്കൊല്ലുക, വെട്ടുകൊണ്ട് മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, സിംഹം മുതലായ മൃഗങ്ങൾ കൊന്നു തിന്നുക, ചുമര് വീണിട്ടോ മറ്റോ മരിക്കുക എന്നിങ്ങനെ മൃതിപ്പെട്ടവർക്ക് ആർക്കും തന്നെ സൽഗതിയില്ല. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. എന്താ പറഞ്ഞത്? ഇടിമിന്നൽ, തീപ്പിടുക, അതൊക്കെ പെടുകയില്ലേ, കള്ളന്മാർ തല്ലിക്കൊല്ലുക, വെട്ടുകൊണ്ട് മരിക്കുക, പാമ്പ് കടിച്ച് മരിക്കുക, സിംഹം മുതലായ വന്യമൃഗങ്ങൾ ഭക്ഷിച്ച് കാഷ്ടാക്കി മാറ്റി നമ്മളതിനെ, ചുമര് വീണിട്ടോ മറ്റോ മരിക്കുക. അതായത് അൺനാച്ചുറൽ ഡെത്ത്. നാച്ചുറൽ ഡെത്ത് അല്ല, അൺനാച്ചുറലാണ് അതൊക്കെ. ഇവർക്കൊന്നും എന്തില്ല എന്നാണ് പറഞ്ഞത്? എന്നിങ്ങനെ മൃതിപ്പെട്ടവർക്ക് അങ്ങനെ സൽഗതിയില്ല എന്നാ. പിന്നെ ഇന്ദ്രാധിപതപ്രാപ്തിയോ ബ്രഹ്മലോകപ്രാപ്തിയോ വൈകുണ്ഠപ്രാപ്തിയോ മുക്തിയോ ഇല്ലെന്ന് പറയണമോ? സദ്ഗതിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സത്യലോകത്തോ ഇന്ദ്രൻ ഭരിക്കുന്ന ദേവലോകത്തോ അതാണല്ലോ നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞത്. പക്ഷെ സ്വർഗം കാക്ഷിക്കരുത്. സ്വർഗം പുണ്യം നശിച്ചാൽ അവിടുന്ന് താഴെ വരണം. അപ്പോൾ നമ്മൾ എവിടെ എത്തണം? വൈകുണ്ഠത്തിലേക്ക് എത്തണം. കാരണം അവിടെയാണ് മഹാവിഷ്ണു. അവിടെ പോകുന്നവർക്ക് സാരൂപ്യം കിട്ടും, സാലോക്യം കിട്ടും, സായൂജ്യം കിട്ടും, സാമീപ്യം കിട്ടും. അപ്പോൾ പിന്നെ ഇവിടെ പറയണു ഇന്ദ്രാദിപ്രാപ്തി. ഇന്ദ്രാദിപ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇന്ദ്രപദം പ്രാപിക്കാം. യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്ത് 100 അശ്വമേധം ചെയ്താൽ, അതുകൊണ്ടാണ് 99 കഴിയുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നത്തിൽ പൃഥുചക്രവർത്തിക്ക് തന്നെ 100ാമത്തെ യജ്ഞം നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഇന്ദ്രനും മഹാവിഷ്ണുവും നേരിട്ട് വന്ന് പറഞ്ഞു, അങ്ങ് ഇന്ദ്രനുമായിട്ട് രമ്യതയിലെത്തണം. തെറ്റിദ്ധരിക്കുന്ന പൃഥുചക്രവർത്തി ഭഗവാന്റെ അംശമാണ്, പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ദ്രാദിപാദപ്രാപ്തിയോ ബ്രഹ്മലോകപ്രാപ്തിയോ വൈകുണ്ഠപ്രാപ്തിയോ മുക്തിയോ ഇല്ലെന്ന് പറയണമോ? അങ്ങനെയിരിക്കെ തക്ഷകദംശനം നിമിത്തം മരിച്ച രാജാവിന് മോക്ഷം ലഭിച്ചതിനെ കണ്ടിട്ട് ബ്രഹ്മാവ് തന്നെ അന്ധാളിച്ചു പോയി എന്നാണ് പറഞ്ഞത്. എന്ത് മറുവിദ്യയാണ് ശുഖബ്രഹ്മ മഹർഷി അവിടെ ചെയ്തത്? അന്താളിച്ചു പോയി. എങ്ങനെ ഈ വിധം വിപരീതം സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ടു. ഉടനെ ബ്രഹ്മലോകത്തിൽ ഒരു തുലാസിൽ മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഒരു തട്ടിലും ഭാഗവത ശാസ്ത്രത്തെ മറ്റൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കിയപ്പോൾ ഭാഗവത ശാസ്ത്രത്തിനാണ് മാഹാത്മ്യം കൂടിയതായി കണ്ടത് എന്ന് ഭക്തന്മാരെ ബോധിപ്പിക്കാനാണ് ഈ ശ്ലോകം. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ഈസിയാണ് ഭാഗവതം പഠിക്കുക. അതിൻ്റെ ഫലപ്രാപ്തി എനിക്ക് ഉപകരിച്ചു. ഭാഗവതം എനിക്ക് ഉപകരിച്ചു എന്ന് പറയാൻ കാരണം എന്താ? എന്തെല്ലാം പ്രതിബദ്ധത നടത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ദുഃഖികളാവും. പ്രതിബദ്ധതകളെ ചെയ്തുകൊണ്ട്, കടപ്പാടുകളും കടമകളും ചെയ്തുകൊണ്ട് എനിക്ക് ജീവിത സന്ധാനം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറയണ്ടായി, എൻ്റെ മകനും PhD ആണെന്ന് പറഞ്ഞു. ഞാൻ മകൻ PhD കഴിഞ്ഞ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് ഡെൻമാർക്കിലേക്ക് പോയി. അപ്പോൾ 3.25 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവരൊരു ഹിൻഡ് തന്നു. യു വിൽ ബി പോസ്റ്റഡ് ഹിയർ ആസ് എ റിസർച്ചർ എന്ന് പറഞ്ഞാൽ ഈക്വാലൻ ടു
അസിസ്റ്റൻറ്റ് പ്രൊഫസർ UGC-യിൽ. അപ്പോൾ റിസർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MTech, നമ്മുടെ നാട്ടിലത്തെ MTech അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് എന്ന് പറയുക അവിടെ ഫോറിനിൽ. അവിടെ MTech എന്നല്ല പറയണത്, MS എന്നാണ് പറയുക. പിന്നെ PhD റിസർച്ച് ചെയ്യാൻ അവരെ സഹായിക്കുക, അതിനാണ് റിസർച്ചർ എന്ന് പറയുക. ഇപ്പോൾ ഇന്നലെ എൻ്റെ മകൻ വിളിച്ച് എനിക്ക് ഇമെയിൽ കാണിച്ചു തന്നു. അയാളെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഫുൾ ഫ്ലെഡ്ജഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതായത് ക്ലാസ് എടുക്കണം. പിന്നെ ഇയാളുടെ സബ്ജക്റ്റ് ഇൻ്റർ ഡിസിപ്ലിനറി ആവുക കാരണം അണ്ടർ ഗ്രാജുവേറ്റ് പാസ്സായിട്ടുള്ളവർക്ക് ഇയാൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ആ സബ്ജക്റ്റിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അയാൾ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടാണ്. സ്കോളർഷിപ്പ് അവിടെ ജാസ്തി വിചാരിച്ചിട്ടാണ് അദ്ദേഹം ക്ലിക്ക് ചെയ്തത്, പോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്ലുവൻസിനും ഡെൻമാർക്കിൽ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അയാൾ PhD ചെയ്യുമ്പോൾ ജർമ്മനിയിൽ 2 മാസത്തെ ഇൻറ്റേൺഷിപ്പിന് പോയി. അപ്പോൾ ജർമ്മനിയിലൊക്കെ എങ്ങനെ വിചാരിച്ചാൽ വെള്ളത്തിൻ്റെ ബോട്ടിൽ കാശ് കൊടുത്ത് വാങ്ങണം. പിന്നെ എന്താണ് പറയുക, മനസ്സിൽ കിട്ടില്ല. ഹോട്ട് ഡ്രിങ്ക്സിൻ്റെ വേറൊരു ഭാഗം പോയതുണ്ടല്ലോ, എന്തായാലും പെന്നി എന്നൊക്കെ പറയും, വേറെ ഉണ്ട്. അത് ഒരു 6-7 കുപ്പി കുടിച്ചാൽ അത്രേ തലയ്ക്ക് കിക്കുണ്ടാവുള്ളൂ. അത് ഫ്രീയാ, വെള്ളം കാശ് കൊടുത്ത് വേണം. അപ്പോൾ അയാൾ രണ്ടിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് പറയണു, അച്ഛാ ഞാൻ കാശ് കൊടുത്ത് വെള്ളം കുടിക്കാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റതൊന്നും ഉപയോഗിക്കുന്നില്ല, അച്ഛൻ പേടിക്കണ്ടെന്നർത്ഥം. അങ്ങനെ ഒരു മകൻ ഉണ്ടാവണമെങ്കിലും നമുക്കൊരു സുഹൃതം വേണ്ടേ? അന്യനാട്ടിൽ ലൗകികത മാത്രം, പ്രലോഭനങ്ങൾ മാത്രം ഉള്ള. അപ്പോൾ ഇതൊക്കെ സാധ്യമാവണത് എൻ്റെ മനസ്സിൻ്റെ വിചാരധാര എത്രത്തോളം ആഴത്തിൽ ഭഗവത്മയമായി തീരണു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു, എൻ്റെ കുട്ടികൾ രക്ഷപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് അതിൻ്റെ പേര് കിട്ടാത്തത് കാരണം അത് എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഏതായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്ക് സുലഭമായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. അപ്പം നാളെ 18ാമത്തെ ശ്ലോകമാണ് നമ്മൾക്ക് പറയേണ്ടത്. അത് ലഘുന്യാന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയു. ലഘുന്യാന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത് തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയു. അതിനർത്ഥം നമുക്ക് നാളെ പറയാം. നമസ്കാരം.